ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് കപ്പ ദോശ കേട്ടോ. നല്ല കപ്പട ഉണ്ടാക്കി. ഇന്നിപ്പോൾ കപ്പയിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂളൊക്കെ കൊത്തി നുറുക്കി കഴുകി മിക്സിയിട്ട് അരച്ച് ദോശമാവിൻ്റെ രൂപത്തിലാക്കി എടുത്തു കേട്ടോ. ആദ്യമായിട്ടാണ്, പക്ഷേ രസമുണ്ട്. നമ്മൾ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അപ്പം ഇനി എന്താ അറിയില്ല, എല്ലാവർക്കും പറ്റുമോ എന്നൊക്കെ അറിയില്ല. പക്ഷെ എന്നാലും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഈ മഴക്കായിട്ട് വിറക് കത്താൻ ഭയങ്കര പണിയാട്ടോ. അതാണ് ഈ വിറകൊക്കെ നമ്മൾ തലേ ദിവസം ഇങ്ങനെ ഇതിനെപ്പുറത്ത് ചൂടാൻ വെച്ചാട്ടോ, എന്നാൽ രാവിലെ പെട്ടെന്നുണ്ട് കത്തി പിടിക്കാൻ. അപ്പോൾ അതാ കപ്പ അരച്ച് നല്ലതുപോലെ ദോശമാവിൻ്റെ രൂപത്തിൽ അരച്ചെടുത്ത് ദോശച്ചട്ടിയിൽ ഇങ്ങനെ കലക്കി ഒഴിച്ച് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക കേട്ടോ. വിചാരിച്ച പക്ഷെ നെയ്യൊക്കെ ഒഴിക്കാം, പക്ഷെ നെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കേട്ടോ. നെയ്യില്ലാണ്ട് ഉണ്ടാക്കുക. ഞാൻ നല്ലെണ്ണ അല്ല ഓയിലിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. അങ്ങനെ അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? എനിക്ക് വോയിസ് ഓവറൊന്നും ശരിക്കും കൊടുക്കാനറിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. എന്താ പറയണ്ടറില്ല. ശരിയായിരിക്കും. ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ട്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുക, കുറേ നീട്ടിയിട്ടും വീണിട്ടൊക്കെ അല്ല, അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെ അതാ എല്ലാവരും ചാടിച്ചിട്ടോ, എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ചായ കുടിക്കുക കേട്ടോ. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. കപ്പക്കിഴങ്ങിൻ്റെ ആ ദോശ സൂപ്പർ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി കേട്ടോ. വിശപ്പുണ്ട് മാറിയില്ല. കാരണം നമുക്കത് ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തികയാത്ത പോലെ. കഴിക്കാൻ 4-5 ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ ഉണ്ടാക്കിയാലോ വിചാരിച്ചിട്ടോ. അങ്ങനെ അവരൊക്കെ ചായ കുടി കഴിഞ്ഞതാണ്. എന്നാലും പിന്നെ അവർക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പുറത്തേടല്ല. അപ്പം അമ്മുണ്ട് വന്നിട്ട്, അമ്മ എനിക്ക് ലേശം തരുമോ ചോദിച്ചിട്ട്. രസമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ അവളൊരു വായ